ഒരു 6 പഴമുണ്ട് കേട്ടോ. ഇതുകൊണ്ട് മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കിന് പഴം മാത്രം കൊടുത്താൽ അവർക്ക് തികയൂല. ഇതിൻ്റെ കൂടെ ഇപ്പം എന്ത് കൊടുക്കും? പുട്ടുണ്ടാക്കിയ പുട്ട് ബാക്കിയാകാൻ പോയി. അപ്പം ഞാൻ വെച്ചെന്നാൽ 2 ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അങ്ങനെ ശർക്കരപ്പാനി അടുപ്പത്ത് വെച്ച് അപ്പോഴാണ് ഈ അപ്പക്കാരും സോഡക്കാരൊന്നും ഞാൻ പൊതുവേ ഉപയോഗിക്കാറില്ല. പക്ഷേ അപ്പോഴാണ് എൻ്റെ അച്ചമ്മയൊക്കെ ഉണ്ടാക്കുന്നൊരു സിസ്റ്റം എനിക്ക് മനസ്സിലായത്. അവരൊക്കെ പണ്ട് നെയ്യപ്പം ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പൊങ്ങാൻ വേണ്ടിയിട്ട് പപ്പടമൊക്കെ ചുടുവെള്ളത്തിലും ഈ എന്താ പറയുക ശർക്കരപ്പാനി ചൂടോടെ ഒഴിച്ച് വയ്ക്കും. എന്നിട്ടത് അതിൽ കൂട്ടും. അങ്ങനെ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ശർക്കരപ്പാനി ഒഴിച്ച് പഴം ഇട്ട് ഈ പപ്പടം കൂട്ടി ഇളക്കി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് എള്ളും ചൂടാക്കിങ്ങാണ്ട് അതിലേക്ക് ഇടാണ്ടത് ഏലക്ക പൊടിച്ചത് ഇട്ട് റെഡി അതിനൊട്ടോ. അപ്പോൾ എന്നിട്ട് ഒരു 5 മിനിറ്റ് തരാം, അത്രയും മതി. അത് വെച്ച് ഞാൻ ചട്ടി ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഇളക്കിയിട്ട് നമ്മൾ കൂടുതൽ നേരമൊന്നും വേണ്ട, പൊങ്ങി വരുമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളിതിൽ അപ്പക്കാരമൊന്നുമില്ല, ഈ ഒരു പപ്പടത്തിൻ്റെ ഒരു ഇതാണ്. പക്ഷേ ദേ ഒഴിച്ചപ്പോൾ തന്നെ ഒഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ മാവ് പൊങ്ങി വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് സന്തോഷമായി, ഏകദേശം കറക്റ്റായി. പിന്നെ ഇതിൽ ഇച്ചിരി ഉറപ്പുണ്ട്, ഇവർക്കൊക്കെ ഉണ്ണിയപ്പം ഇച്ചിരി ഉറപ്പ് വേണം. അല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആണെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദാപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം. ഞാൻ ചേർക്കുന്നുണ്ട്, പക്ഷെ ഇവർക്ക് കുറച്ച് ഉറപ്പ് വേണം. അതുകൊണ്ട് പിന്നെ എന്താ പറയുക, ഞാൻ വേറൊന്നും ചേർക്കില്ല. ഇതിന് അത്യാവശ്യം നല്ല ഉറപ്പുണ്ട്. പിന്നെ ഇത് ഒരു ട്രിപ്പ് കഴിഞ്ഞത് 2ാമത്തെ ട്രിപ്പാണ് എനിക്ക് വീഡിയോയ്ക്ക് കിട്ടിയത് കേട്ടോ. ആദ്യത്തെ വെച്ചത് വെറുതെ തന്നെ കഴിച്ചു. ഇവർക്ക് ഇഷ്ടമുള്ളതാകുമ്പോൾ അങ്ങനെ എടുത്ത് കഴിച്ചോളൂല്ലോ, വേറെ ആർക്കും നോക്കൂല.